ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. മല്ലു കപ്പിൾ ഓൺ റോഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ഒരു മൈലാഞ്ചി പരിപാടിക്കാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ക്നാനായ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഒരു സമൂഹമുണ്ട്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ അകത്ത് വധുവരന്മാരെ കല്യാണത്തിന്റെ തലേദിവസം അണിയിച്ചൊരുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ വധുവിന് മൈലാഞ്ചി ഇടിയിക്കുകയും വരനെ ചന്തം ചാർത്തുകയും ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ സെക്ഷൻ ഇന്നിപ്പം വധുവിന്റെ പാർട്ടീസാണ് നമ്മൾ. അപ്പോൾ അവിടെ ഇന്ന് മൈലാഞ്ചി ഇടി ചടങ്ങാണ്. അപ്പോൾ ആ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. ഒരു ജുബയും മുണ്ട് അല്ലെങ്കിൽ പാൻസ് അവരവരുടെ ഇഷ്ടത്തിന് ഇടാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഷാജി പാപ്പന്റെ സ്റ്റൈൽ മുണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജുബയും മുണ്ടും ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ നേരെ മണ്ഡപത്തിലേക്ക് പോവാം. അപ്പോൾ തൊടുപുഴയിലുള്ള ഉത്തര റീജൻസിയിലാണ് കേട്ടോ ബാക്കി ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇച്ചിരി നേരത്തെ വന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. റിസപ്ഷനിലുള്ള ആളുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചെറുക്കനെയും പെണ്ണിനോട് മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു രംഗമാണ് കാണുന്നത്. നമ്മളെ കസിൻസ് എല്ലാവരുടെ കൂടി ചെറിയ ചെറിയ നൃത്തച്ചുവടുകളൊക്കെ വെച്ച് ആഘോഷമായിട്ട് നമ്മൾ നമ്മുടെ ആഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ആദ്യം നമുക്ക് ചെറിയൊരു റിസപ്ഷൻ ആയിരിക്കും. റിസപ്ഷന് ശേഷമാണ് മൈലാഞ്ചി ചടങ്ങുകളിലേക്ക് നമ്മൾ കിടക്കുന്നത്. അങ്ങനെ ചെറുക്കനെയും പെണ്ണിനെയും അവരുടെ കാരണവന്മാരെയും എല്ലാം സ്റ്റേജിൽ കയറ്റി സമൂഹമായിട്ട് പരിചയപ്പെടുത്തിയതിന് ശേഷം റിസപ്ഷന് തിരികൊളുത്തുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. റിസപ്ഷന് ശേഷമായിരിക്കും കേട്ടോ മൈലാഞ്ചിരിയിൽ അഥവാ ചന്തം ചാർത്ത് മുതലായ ചടങ്ങുകളിലേക്കൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഈ റിസപ്ഷന് തിരികൊളുത്തലിന് ശേഷം നമ്മൾ വിരുന്ന് സ്റ്റാർട്ട് ചെയ്യും. ക്നാനായ സമ്പ്രദായത്തിൽ വിരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അമ്മാവന്മാരാണ്. അവർ സ്റ്റേജിൽ കയറി വന്ന് തലപ്പാവണിഞ്ഞ് സമൂഹത്തിനോട് 3 പ്രാവശ്യം അനുവാദം ചോദിച്ചതിന് ശേഷം അവർ ഭക്ഷണം പങ്കുവയ്ക്കും. അപ്പോൾ ഇപ്പോഴൊക്കെ കോഴിത്തോടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പങ്കുവെച്ചതിന് ശേഷമായിരിക്കും ക്നാനായ സമ്പ്രദായത്തിൽ വിവാഹം നടക്കുന്ന പന്തലിൽ ഭക്ഷണം വിളമ്പുകയുള്ളൂ. അപ്പോൾ ആ ചടങ്ങാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. സജ്ജനയോട് അമ്മാച്ചനിൽ നിന്നും കോഴിത്തുറ വാങ്ങിക്കട്ടെ. സ്റ്റേജിന്റെ ഒരു വശത്ത് കോഴിത്തോടയെ കൊടുത്ത് വിരുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മറുവശത്ത് ഇങ്ങനെ 2 കൗണ്ടറും കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. സാധാരണ ചന്തം ചാർത്ത് പരിപാടികളുടെ ഇടയിലും മൈലാഞ്ചി പരിപാടിയുടെ ഇടയിലും ഇങ്ങനത്തെ കൗണ്ടറുകൾ സ്റ്റേജിന്റെ ഒരു വശത്ത് കാണും. അപ്പോൾ ആദ്യം ഇവിടെ ആയിരിക്കും തിരക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം എടുക്കാൻ പോകുന്നിടത്ത് തിരക്ക് വരുന്നത്. അങ്ങനെ ചെറിയ രീതിയിലുള്ള റിസപ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൽ കുറച്ച് റീഅറേഞ്ച്മെൻറ്റുകളൊക്കെ നടത്തി ഒഫീഷ്യലി മൈലാഞ്ചി ചടങ്ങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പെണ്ണിനെ നമ്മൾ സ്റ്റേജിലേക്ക് അണിയിച്ചു കൊണ്ടുവരുന്ന രംഗമാണ് ഈ കാണുന്നത്. അവരുടെ കസിൻസ് എല്ലാവരുടെ കൂടി താലപ്പൊലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ കുറേ കസിൻസ് പുറകിൽ ചെറിയ ഡാൻസും പിന്നെ ഒരു മുത്തിൻ്റെ ഒരു പൂവിൻ്റെ ഒരു കുടയൊക്കെ ചൂടി പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്ന രംഗമാണിത്. പെണ്ണിനെ സ്റ്റേജിൽ കൊണ്ടുവന്ന് മൈലാഞ്ചി അണിയിച്ച് ഒരുക്കുന്ന ചടങ്ങാണ് അടുത്തത്. അതിന് അവകാശികൾ പെണ്ണിൻ്റെ അപ്പൻ്റെ പെങ്ങന്മാർക്കാണ്. അവരാണ് പെണ്ണിനെ കൂട്ടിക്കൊണ്ട് ഇപ്പോൾ സ്റ്റേജിലേക്ക് നടന്നു വരുന്നത്. അങ്ങനെ മണവാട്ടി പെണ്ണിനെ സ്റ്റേജിൽ കൊണ്ടുവന്ന് പീഠത്തിലിരുത്തി അപ്പൻ്റെ സഹോദരിമാരെല്ലാം ചുറ്റി വരുന്ന പെണ്ണിൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് അണിയിച്ചു കൊടുക്കാൻ പോവുകയാണ്.
മൈലാഞ്ചി അണിഞ്ഞ പെണ്ണിനെ ഇനി അപ്പൻ്റെ സഹോദരിമാരെല്ലാവരുടെ കൂട്ടിക്കൊണ്ടുപോയി കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് കൂടുതൽ സുന്ദരിയായി സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് കേട്ടോ. മൈലാഞ്ചിയൊക്കെ ഇട്ട് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വിവാഹത്തിന് ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടി പെണ്ണിന് ഇച്ചപ്പാട് കൊടുക്കുന്ന ചടങ്ങാണ് അടുത്തത്. പെണ്ണിന്റെ അപ്പന്റെ സഹോദരന്മാരാണ് പെണ്ണിന് ഇച്ചപ്പാട് കൊടുക്കുന്നത്. അവരുടെ സ്നേഹവും അനുഗ്രഹവുമാണ് ഇച്ചപ്പാട് വഴി അവർ പെണ്ണിന് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ചു നേരത്തെ പരിപാടികൾക്കെല്ലാം ശേഷം നമ്മളിപ്പോൾ സ്റ്റേജ് പെണ്ണിന് ഇച്ചപ്പാട് കൊടുക്കുവാനുള്ള ചടങ്ങിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുകയാണ്. പായ് വിരിച്ച് പീഠം ഒരുക്കി അതിൻ്റെ മുകളിൽ വെള്ളം വിരിച്ച് കിണ്ടിയും കോളാമ്പിയും പെണ്ണിൻ്റെ സഹോദരിമാർ കൊണ്ടുവന്ന് വെച്ച് പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അങ്ങനെ മണവാട്ടി പെണ്ണിനെ സ്റ്റേജിൽ പീഠത്തിലിരുത്തിയതിനു ശേഷം അപ്പന്റെ മൂത്ത സഹോദരൻ സ്റ്റേജിൽ കയറി വന്ന് തലപ്പാവണിഞ്ഞ് സമൂഹത്തോട് 3 പ്രാവശ്യം അനുവാദം ചോദിച്ചതിന് ശേഷം മണവാട്ടി പെണ്ണിന് ഇച്ചപ്പാട് കൊടുക്കുന്ന ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിനുശേഷം മറ്റു സഹോദരന്മാരോ അതല്ലെങ്കിൽ അവരുടെ അവകാശികളോ സ്റ്റേജിൽ കയറി വന്ന് മണവാട്ടി പെണ്ണിന് ഇച്ചപ്പാട് കൊടുക്കുന്നതാണ്. മണവാട്ടിപ്പെണ്ണിന് ഇച്ചപ്പാട് കൊടുക്കട്ടെ.
മൈലാഞ്ചിയുടെ പരിപാടികൾ ഏതാണ്ട് തീർന്നെങ്കിലും ആഘോഷങ്ങൾ നമ്മൾ അവസാനിപ്പിക്കാൻ തയ്യാറല്ല കേട്ടോ. കസിൻസ് എല്ലാവരും കൂടി കുറേ നാൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി സ്റ്റേജിൽ നമ്മൾ അവതരിപ്പിച്ച് ആഘോഷങ്ങളൊക്കെ നമ്മൾ പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റിസപ്ഷനും മൈലാഞ്ചി പരിപാടികളും സ്റ്റേജിലെ മറ്റ് ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാത്രി ലേറ്റ് ആയിട്ട് DJ പ്രോഗ്രാമും ഉണ്ടായിരുന്നു. ഒരുപാട് വൈകിയാണ് കേട്ടോ അന്ന് നമ്മൾ വീട്ടിൽ പോയത്. പൊതുവെ മൈലാഞ്ചി ഡീലിനും ചന്തം ചാർത്തലും പോലെയുള്ള പരിപാടികൾക്കെല്ലാം തന്നെ ഇതുപോലെ ഒരുപാട് വൈകിയാണ് നമ്മൾ പ്രോഗ്രാമുകളെല്ലാം തന്നെ അവസാനിപ്പിക്കാറുള്ളത്. അന്ന് തന്നെ ഞങ്ങൾ വീട്ടിൽ പോയത് വെളുപ്പിനെ 3 മണി ആയതിനു ശേഷമാണ്. അപ്പൊ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ മൈലാഞ്ചിയുടെ ആഘോഷങ്ങളൊക്കെ ഇവിടെ തീർന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയായി. ഇതാണ് നമ്മുടെ മണവാട്ടി പെണ്ണ്, അതെ, ബ്രൈഡ് അമ്മു. അതെ, അപ്പൊ നമ്മുടെ മൈലാഞ്ചി ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഗ്രൂമാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ.